ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രം. അനക്ക വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾക്ക് വേഗം പോകേണ്ടി വന്നത്. തന്റെ ചേച്ചി കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇടോ, എനിക്കൊരല്പം മനസ്സമാധാനം വേണം. ഓഹോ, അപ്പോ തന്റെ മനസ്സമാധാനം കളയുന്ന ഞാനാണല്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് സന്ദീപ് തന്നെയാ. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? എന്താണ് തന്റെ തോന്നൽ? എന്നോട് പറ. ഞാൻ കണ്ടതും കേട്ടതും എന്താണെന്ന് അത് ചെയ്തവർക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ച് ബാക്കിയുള്ളവരെ കൂടി കാര്യം എന്താന്ന് അറിയിക്കണ്ട. അതായിരിക്കും സന്ദീപിന് നല്ലത്. അറിയിച്ചാൽ അതിന്റെ നാണക്കേട് എനിക്കും കൂടി ആയതുകൊണ്ട് സഹിക്കാൻ ഞാനല്ല. എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കാര്യം നോക്കി നടക്കുകയാണെന്ന് മറ്റുള്ളവരറിയുമ്പോ അവിടെ തോറ്റു പോകുന്നത് ഞാനെന്ന ഭാര്യ. അതുകൊണ്ട് മാത്രം ഞാനിതൊന്നും ആരോടും പറയാത്ത, പ്രത്യേകിച്ച് എന്റെ ചേച്ചിയുടെ അടുത്ത് പോലും. അതിന്റെ അർത്ഥം ഞാനെല്ലാം സഹിക്കും, ക്ഷമിക്കും എന്നൊന്നും അല്ല. എന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ച് കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയാ അവന്റെ എഴുത്തി പോലെ ആവോ എന്നെനിക്ക് പേടിയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വില കടുകയും ചെയ്തത്. എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ഇവിടെ സംഭവിക്കുന്നില്ല. അതിനു മാത്രം ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ തന്നെ വെറും തെറ്റിദ്ധാരണകളാ. എന്റെ ധാരണകളൊന്നും തെറ്റിയിട്ടില്ല. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇനി എന്നിൽ നിന്നും ആരും ഒളിക്കാൻ നോക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ നീ വീട്ടിൽ കാണിച്ച പ്രകടനം അടക്കം കണ്ടിട്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. നിന്റെ പ്രശ്നം അത് എന്ത് തന്നെ ആയാലും തുറന്നു പറഞ്ഞോ. ഇപ്പൊ തന്നെ ഞാൻ അതിന് പരിഹാരം കാണാം. എനിക്കൊരു പ്രശ്നമില്ല. നിന്റെ പ്രശ്നം എന്തായാലും നീ പറഞ്ഞില്ലെന്ന് വെച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഇന്നത്തെ പോലെ നിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായ സന്ദീപ് ആയിരിക്കില്ല നിന്നെ തല്ലുന്നത്, ഞാനായിരിക്കും. നിന്റെ ചേച്ചി നിനക്ക് നന്നായിട്ട് അറിയാലോ. ഗർഭിണിയാണെന്നുള്ളതുകൊണ്ടാ നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും പറയാത്തത്. നീ വിഷമിച്ച അതിന്റെ ക്ഷീണം നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനായതുകൊണ്ട് മാത്രം. മറ്റെല്ലാവരെക്കാളും കൂടുതൽ അത് ആലോചിക്കേണ്ടത് നീ തന്നെയാ. ഒന്നുകിൽ നീ എന്താണ് പ്രശ്നമെന്ന് പറ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. നീ ഈ വീട്ടിൽ എങ്ങനെയാ വന്നേന്ന് നന്നായിട്ട് നോർക്ക്. നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചത് തെറ്റായി പോയിന്ന് ഇവിടെ ആർക്കും തോന്നരുത്. അതുകൊണ്ട് നിന്റെ സംസാരവും പ്രവൃത്തിയും നീ നിയന്ത്രിച്ചോണം. ഇനി മേലിൽ എന്നെ കൊണ്ട് ഇത് ആവർത്തിപ്പിക്കരുത്. ഞാൻ കണ്ടത് പറഞ്ഞതാണോ ഇപ്പൊ കുറ്റം? എന്താ നീ കണ്ടത്?